ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ നിങ്ങൾ ഇത്തിബാഇ ചെയ്യണം. എന്തിനെക്കൊണ്ട് ഇത്തിബാഇ ചെയ്യണം? അൽ ഹസന, ഒരു നന്മയെക്കൊണ്ട് പിന്തുടരണം. എങ്കിൽ തംഹുഹ, ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. ഇവിടെ അസ്സയ്യിഅ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു സയ്യിഅത്ത് രണ്ട് വിധമാണ്. ഒന്ന് അൻ തകൂന ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, ഒരു വ്യക്തിയും റബ്ബും തമ്മിലുള്ള തെറ്റ്, വേറെ ആരെയും അത് ബാധിക്കുന്നതല്ല, പക്ഷേ റബ്ബിനോട് ചെയ്യുന്നതാണ്. അല്ലെങ്കിലോ ഔ ബൈനൽ അബ്ദി വ ബൈന ഇൻസാനിൻ, ഒരാളും മറ്റൊരാളും തമ്മിൽ ഉണ്ടാകുന്ന തെറ്റ്. ഇങ്ങനെ ഇത് രണ്ടും ഉണ്ടാകാം. ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, അതിനെയും നന്മ കൊണ്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇനി ഒരു വ്യക്തിയോട് തിന്മ ചെയ്താലോ, ആ വ്യക്തിയോടും നന്മ ചെയ്തുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുക. അധികം ആളുകളും അശ്രദ്ധയിലായി പോയ ഭാഗം ഈ ഹദീസിലെ ഈ ഒരു ഭാഗമാണ്. മുസ്ലിം ഉമ്മത്ത് മറന്നുപോയ ഒരു ഭാഗമാണിത് രണ്ട് നിലക്കും. ഒന്ന്, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. കുല്ലു ഇബ്നി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും, ഉറപ്പാണ്. തെറ്റുപറ്റാത്തവരില്ല. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന മറ്റൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നാണോ? അല്ല, തെറ്റു സ്വാഭാവികമാണ്. പക്ഷേ അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ച പരിഹാരങ്ങൾ ആര് ചെയ്യുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം.